രാവിലെ വീട്ടിൽ ഞങ്ങൾ 3 പേര് മാത്രമേ ഉണർന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പം നമ്മൾ കലിംപോങ്ങിൽ നിന്ന് രാവിലെ തിരിച്ചിറങ്ങുകയാണ്. സമയം 5:45 ഉള്ളൂ. രാവിലെ നല്ല കോടമഞ്ഞാണല്ലോ. മുകളിലൊന്നും ഒട്ടും ഇല്ലായിരുന്നു. താഴോട്ടിറങ്ങിയപ്പോൾ നല്ല കോടമഞ്ഞ്. ഉണ്ണി എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലെ എത്ര മണിക്ക് നേരെ സൂര്യൻ ഉദിച്ചു? ഞങ്ങൾ സൂര്യൻ ഉദിക്കുന്നൊന്നും കാണാറില്ല, എന്നുവെച്ചാൽ താമസിച്ചേക്കുന്നത്. 4:15 ആ 4:45 നമ്മുടെ അവിടുത്തെ ഒരു 8 മണിയുടെ പ്രതീതി. വെട്ടോ വെയില മഞ്ഞ് കാരണം മഞ്ഞലൈറ്റൊക്കെ ഇട്ടാ വരുന്നത്. അങ്ങ് താഴെ തീസ്താ നദി ഒഴുകുന്നുണ്ട്. നമ്മള് മലയെല്ലാം കയറി ഏകദേശം താഴെ എത്തി. കേറിയല്ല ഇറങ്ങി കേറിയല്ല ഇറങ്ങി എത്തി. അപ്പം കലിംപോങ്ങിൽ നിന്ന് നമ്മൾ താഴെ എത്തി, തീസ്ത എത്തി. നമുക്ക് ഇനി റൈറ്റിലേക്കാണ് പോകേണ്ടത്. കലിംപോങ് റൈറ്റിലേക്കാണ്. നമ്മൾ ഇതിലെ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഗാങ്ടോക്കിലേക്ക്. അവിടെ ഒരു സ്ഥലം കൂടെ ഒക്കെ ഉണ്ടായിരുന്നു, ലാവ 49 കിലോമീറ്റർ. ലാവ ഒരു നല്ലൊരു ഹിൽ സ്റ്റേഷൻ ആയിരുന്നു. നമ്മൾ ഇറങ്ങി വന്ന് കലിംപോങ്ങിൽ നിന്ന് 49 കിലോമീറ്റർ ഉണ്ട് ലാവ എഴുതിയ. അപ്പം അങ്ങോട്ട് പോയാല് കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കും, ദിവസങ്ങൾ ഇങ്ങനെ പോകും. അതെ അതെ. അതുകൊണ്ട് നമുക്ക് നേരെ ഗാങ്ടോക്കിലേക്ക് വിട്ടേക്കാം, സിക്കിം പിടിച്ചേക്കാം. തീസ്താ നദിയാണ് ഒഴുകുന്നത്. വെള്ളമുണ്ട് ഇഷ്ടം പോലെ, മഞ്ഞുരുകി വരുന്ന വെള്ളമാണ്. എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മള് ലഡാക്കിലാണ്. ഇപ്പം നമ്മള് ലഡാക്കിലായിട്ട് പോവാണ്. എന്തെല്ലാം കഴിച്ചിട്ട് പോവാം. ആണോ? വിശക്കുന്നുണ്ടല്ലേ? ഇപ്പഴേ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു. ഇപ്പൊ ഇവിടെ നിർത്തി. അപ്പൊ രാവിലെ കാപ്പി കുടിച്ചിട്ട് പോവാം. ഇതേ ലാച്ചാ പൊറോട്ടയാണോ നാടൻ പൊറോട്ടയാണോ അതുപോലെ ഇരിക്കുന്നല്ലോ അല്ലേ? നമ്മുടെ കേരള പൊറോട്ടയുടെ അനിയനാ. ആ ലാച്ചാ പൊറോട്ട ആണോ? ഡാമി കഴിച്ചോ? കഴിച്ചല്ലോ. കഴിച്ചു. കഴിച്ചു അല്ലേ? നമ്മുടെ 100 നമ്മുടെ അവിടുത്തെ പൊറോട്ട പോലെ തന്നെയാ. മൈദയല്ലേ? മൈദയാ. അതിന്റെ കൂടെ ഉള്ള കറികൾ എന്ന് പറഞ്ഞേ ഒരു കടലക്കറി. അത് കടലയും ഗ്രീൻ പീസും തൈര്. മുട്ടയല്ല, അല്ലല്ല, അത് സവാളയും തക്കാളിയും കൂടെ ഉള്ള ഒരു. അല്ല, പിന്നെ ഇത് കിഴങ്ങ് മെഴുക്കുവരട്ടി. ഇത് ഇപ്പറേം കിഴങ്ങ്, അതുണ്ടോ? അതും കിഴങ്ങ. അപ്പം അതുകൊണ്ട് രാജേഷിന് സന്തോഷമായി. അതെ, കുഞ്ഞുങ്ങളിക്കേ ലാച്ചാ പൊറോട്ടയുടെ കൂടെ പാവയ്ക്കാൻ മെഴുക്കുവരട്ടി കിട്ടിയായിരുന്നു. ഇല്ലില്ല, അല്ല. ആണോ? അതുകൊണ്ടോ ചോദിച്ചാൽ തരും. വേണോ? ബാക്കി വരാൻ പറഞ്ഞാൽ മതി. കരയല്ല. അതെ, റിവർ റാഫ്റ്റിങ്ങിനുള്ള വണ്ടികളൊക്കെ പോന്നു. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ നമുക്കിത് തീസ്താ നദി തൊട്ടടുത്തൂടെ ഒഴുകുന്നു. നോക്കിയേ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇന്നലത്തെ അത്രയും കലക്കലില്ല കേട്ടോ. ഇപ്പം കഴിഞ്ഞ ദിവസമേ അത്രയും കലക്കലില്ല ഇന്ന്. ഇപ്പോഴേ ഇത് ഹിമാലയത്തിൽ മഞ്ഞുരുകി വീഴുന്ന വെള്ളമാണ്. അതാണ് ഈ കളറും. മണ്ണിൻ്റെ കളറാണ് അവിടുത്തെ. നിസ്സാര നദിയൊന്നുമല്ല. നോക്കിയേ, അത്രയും ആ ബിൽഡിങ്ങിൻ്റെ അവിടെ വരെ വെള്ളം കയറുന്നത്. അതിവിടെ ആയിരിക്കില്ല, ചിലപ്പോൾ അതിലും കയറുമായിരിക്കും. കണ്ടോ വെള്ളം വരുമ്പോൾ എന്താവും അല്ലേ? അതെ അതെ, ജൂൺ ജൂലൈ ഒക്കെ ആയിരിക്കും നല്ല വെള്ളം വരുന്ന സമയം. തീസ്താ നദിയിൽ റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ വണ്ടികളൊക്കെ റെഡിയായി കിടക്കുക. ബോട്ടൊക്കെ കുറച്ച് വണ്ടികളൊക്കെ പോയി. റിവർ റാഫ്റ്റിങ്ങിന് പോകുന്ന വണ്ടികളാണ് എവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഈ തീസ്താ നദിക്ക് അക്കരെ സിക്കിമാണ്. ആ വനമൊക്കെ സിക്കിമിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ റോക്ക് ഫോളിങ് ഏരിയ, കല്ല് വീഴുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. മലയായതുകൊണ്ടില്ല റൈറ്റ് സൈഡിൽ. ഇതൊക്കെ ഇത് ഈ നെറ്റ് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ട് വെച്ചേക്കുന്ന കല്ലിടിഞ്ഞ് വീഴാതിരിക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ സിക്കിമിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥലപ്പേര് മെല്ലിന്ന. വെൽക്കം ടു തീസ്താ ഗ്രാമപഞ്ചായത്ത്. ക്ലീൻ വില്ലേജ്, സ്മാർട്ട് വില്ലേജ്. ആ മലയുടെ സൈഡിലെല്ലാം വീടുകളാണ്. അത് സിക്കിമാണ്. എന്താ ഈ സൈഡൊക്കെ കെട്ടിയതായിരുന്നു, അതെല്ലാം ഇടിഞ്ഞു പോയാൽ തോന്നുന്നു. ഇടിഞ്ഞിട്ട് വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ വെള്ളമായിരിക്കും വരുന്നത്. അവിടെയല്ലേ എന്തോരം വീടുകളല്ലേ. അതായിരിക്കും മെല്ലി എന്ന് പറഞ്ഞ സ്ഥലം. അത് മെല്ലി. ഇതുണ്ടോ മോളിൽ നിന്ന് മല ഇടിഞ്ഞു വരുന്ന ഇവിടെ എല്ലാം നെല്ലിട്ടേക്കുക. നമ്മള് ശ്രീനഗറിന് കയറി പോകുമ്പോൾ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നോ? ട്രാവലിന്റെ സിക്കിം മേഘാലയത്രയിലെ സിക്കിമിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇവിടെ നിന്ന് ചെറിയതായിട്ട് കയറ്റം തുടങ്ങി.
അപ്പോൾ നമ്മളിങ്ങനെ ഈ തീസ്റ്റ നദിയുടെ തീരത്തോടാണ് കുറേ ദൂരം പോകുന്നത്. ഈ തീസ്റ്റ നദിക്ക് ഏകദേശം 400 കിലോമീറ്ററോളം നീളമുണ്ട്. 400 കിലോമീറ്റർ ഉള്ളോ? ആ, 400 കിലോമീറ്ററോളം ഉണ്ട്. അതുപോലെ തന്നെ ഈ തീസ്റ്റ നദിയാണ് സിക്കിമിനെയും വെസ്റ്റ് ബംഗാളിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇതെല്ലാം ടൂറിസ്റ്റുകൾ പോകുന്ന വണ്ടികളാണ്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. തിരക്കായിരിക്കും അവിടെ ചിലപ്പം. കിർണ എന്ന ഈ സ്ഥലപ്പേര്. ഇവിടെ നദി ഇപ്പം ഒത്തിരി താഴെയായി. നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാചലും ഒക്കെ പോകുന്ന പോലെ തന്നെയല്ലേ ഇവിടെ? അതെ, അതേപോലെ തന്നെയാണ്. ഇവിടെ എല്ലാം ഹിമാലയത്തിന്റെ ഭാഗങ്ങളാണല്ലോ. ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ടല്ലോ. ഇതൊക്കെ രാത്രി പോയി വെളുപ്പിനെ ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന വണ്ടികളാണ്. ഇവിടൊക്കെ ഇത് ഇടിഞ്ഞു പോകുന്നതാ. ഇതിന്റെ ബാക്കി ഇനി ഈ മഴക്കാലത്തായിരിക്കും. എന്നിട്ട് നമ്മളിതേ ഇച്ചിരിയുടെ നദിയോട് അടുത്തു. ഇതൊരു പോയിന്റാണ് റിവർ റാഫ്റ്റിങ്ങിൻ്റെ. ഇതുണ്ടോ, ഇതെല്ലാം റോഡ് ഇടിഞ്ഞു പോയതാ. മഴക്കാലത്ത് ഇടിഞ്ഞു പോയതാന്ന് തോന്നുന്നു. മൊത്തം ഇരുന്ന് പോയി. ഈ എന്തോരം പണിതല്ലേ. ശരിക്കേ ഇവിടെ ഒരു സൈഡേ വണ്ടി പോവുള്ളൂ. സിക്കിം നാഷണലൈസ്ഡ് ട്രാൻസ്പോർട്ട്, ഗവൺമെൻറ് ഓഫ് സിക്കിം. അതുണ്ടോ, ഈ മലയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ ആ സൈഡിൽ കൂടെ തന്നെ തീസ്ത നദിയും ഒഴുകുന്നുണ്ട്. ഏറ്റവും പൊക്കമുള്ള ആ മല ഉണ്ടോ നടുക്ക് നിൽക്കുന്നേ, അതിൻ്റെ മോളുവശമൊക്കെ ഇടിഞ്ഞു പോന്നേക്കുന്ന. അപ്പോൾ അതേ സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിലേക്ക് ഇനി 49 കിലോമീറ്റർ ദൂരം കൂടിയേ ഉള്ളൂ. പാറക്കെട്ട് നിൽക്കുന്നുണ്ടോ? ഇപ്പൊ ഇടിഞ്ഞു വരുമെന്ന് തോന്നില്ല. കണ്ടാലോ കല്ലേ പാറ അടുക്കാ കണ്ടോ? അതെ, അതിലേ നമ്മളിപ്പം വന്നേ. അങ്ങോട്ട് നോക്കിയേ, നദിയിലും അതുപോലെ തന്നെ പാറയാട്ടോ, അടുക്ക് പാറകൾ. എന്നാ വലിയ മലയല്ലേ അത്? ഇതെല്ലാം സിക്കിം കറങ്ങിയിട്ട് തിരിച്ചിറങ്ങുന്ന ആൾക്കാരാ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് ഇച്ചിരി തിരക്ക് കുറവുണ്ട് വഴിയിൽ. അതെ അതെ, അവധി ദിവസമാണ് ഭയങ്കര തിരക്കായി. ഈ വെക്കേഷൻ അല്ലേ, നാട്ടിൽ വെക്കേഷൻ ഒക്കെ അല്ലേ ഇപ്പം. ഈ വെക്കേഷൻ ടൈമിലും ഒത്തിരി പേര് ടൂറിസ്റ്റുകൾ വരുമല്ലോ. അതുപോലെ തന്നെ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അവിടുന്ന് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരും. അതുണ്ട് ഒരു ടണല്. 2-3 ടണലുണ്ടല്ലോ. 3-4 ടണലുണ്ടല്ലോ. അതെന്തിൻ്റെ ആണെന്ന് അറിയത്തില്ല. പഴയ ടണലാ. 4 എണ്ണം ഉണ്ട്. സിക്കിം ട്രാൻസ്പോർട്ടിന്റെ ബസ്സിന്റെ കളർ കണ്ടോ? നല്ല കളറല്ലേ? നല്ല കളറാ. റാങ്പോ 12 കിലോമീറ്റർ. അങ്ങോട്ട് നോക്കിയാൽ ഇവിടെ എല്ലാം എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ റോഡിന് ഒരു ലെവലില്ലല്ലേ? ഇവിടെയൊക്കെ പിന്നെയും ഭേദാ. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര കുഴിയും മറിവുവാ ഭയങ്കരമായിട്ട്. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടങ്ങളിലൊക്കെയുള്ള ആൾക്കാരുടെ ഒരു മെയിൻ വരുമാനം ഈ ടൂറിസം ആയിരിക്കും. ഇങ്ങോട്ടെ കൃഷികളൊക്കെ വളരെ കുറവല്ലേ? അതെ, ഇവിടെയൊക്കെ നദിക്ക് എന്നാ വീതിയല്ലേ. അവിടുന്ന് വെള്ളം ഒഴുകി ഇവിടെ വന്ന് ഈ റോഡിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. അതായത് ഇവിടെ ഒക്കെ ഇടിഞ്ഞു പോകുന്നത്. സാങ്സർ ഫോറസ്റ്റ് ആയത്. ഇവിടെ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈ വനത്തിനകത്തും കടകളൊക്കെ ഉണ്ടല്ലോ. കടകളുണ്ട്. ഇതൊക്കെ നേരത്തെ വന്ന് ഓരോരുത്തർ കയ്യേറിയതായിരിക്കാം. 11 മൈല്. 11 മൈല. ആർമിയുടെ എത്ര വണ്ടിയാന്ന് എല്ലാം സ്റ്റാലിയന്. സിലിഗുരിക്ക് സിലിഗുരി അല്ല, നമ്മൾ ഡാർജിലിംഗിൽ പോയ അത്രയും ചെറിയ വഴിയല്ലേ ഇത്? നല്ല വഴിയാ. ഗാംഗ്ടോക്ക് വരെ വീതിയുള്ള വഴിയാ, പക്ഷെ അവിടുന്ന് അങ്ങോട്ടെല്ലാം ചെറിയ വഴി. അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുമോ? കറങ്ങി തിരിഞ്ഞ് നമ്മളത് വീണ്ടും നദിയുടെ അടുത്തെത്തി. നദിയുടെ അക്കരെ കണ്ടോ, നല്ല ലെവല് സ്ഥലം. അതൊക്കെ നദിയായിരുന്നു. വെള്ളം വരുമ്പോ അതിലേക്ക് കയറി ഒഴുകും. നമ്മളിതേ കാഠ്മണ്ഡു പോയപ്പം നദിയുടെ തീരത്തൂടെ പോയില്ലേ? ഗണ്ഡകി നദിയുടെ തീരത്തൂടെ. എന്ന് പറഞ്ഞ പോലെ ഇത് ഫുള്ള് നദിയുടെ തീരത്തൂടെ. ഗണ്ഡകി നദിയും വേറൊരു നദി ഉണ്ടായിരുന്നു. തൃശ്ശൂലിയാണോ? തൃശ്ശൂലി നദി. നമ്മളെ പഹൽഗാമിലൊക്കെ ചെല്ലുമ്പോഴും നദിയുടെ തീരത്തൂടെ കുറെ. അത് തന്നെ ഇവിടെ. പിന്നെ ബദ്രീനാഥ് പോയപ്പം നദിയുടെ തീരത്തൂടെ. അതെ, അതുമല്ല പിന്നെ ഇവിടെ ചെല്ലുമ്പോ ലേയിൽ ചെല്ലുമ്പോ ലഡാക്ക് പോയപ്പോ നമ്മള് മറ്റേ നദിയുടെ തീരത്തൂടെ. അത് മറ്റേ ഇവിടെ കാർഗിലൊക്കെ ചെല്ലുമ്പോ എല്ലാം നദി ഉണ്ടല്ലോ. അതുപോലെ പിന്നെ ഷയോക്ക് നദി, എല്ലാ നദിയുടെ തീരത്തൂടെ ഇതുപോലെ റോഡ്. പിന്നെ നദികളാണ് അതിർത്തി. സ്റ്റേറ്റുകൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും ഒക്കെ മിക്കവാറുള്ളിടത്തൊക്കെ നദികളായിരിക്കും. റോഡിന്റെ സൈഡൊക്കെ ഇടിഞ്ഞിരിക്കുക. പാറക്കെട്ട് നിൽക്കുന്നുണ്ടോ, വഴിയിലേക്ക് നിൽക്കുന്ന പോലെ. റാങ്പോ 2 കിലോമീറ്റർ, സിംഗ്തം 13, ഗാംഗ്ടോക്ക് 41, പാക്യോങ് 22, നാംചി 46, നാതുല 97 കിലോമീറ്റർ.
നാദുല പാസ് 97 കിലോമീറ്റർ. നാദുല 97 കിലോമീറ്ററേ ഉള്ളൂ. നാദുല പാസ് കാര്യം 97 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ട് ഓടി എത്തണ ഇച്ചിരി സമയം എടുക്കും. ഗവൺമെൻറ് ഓഫ് സിക്കിം സിലിഗുരി പോകുന്ന വണ്ടിയാണ്. സിലിഗുരി ഗാൻഡോക്ക് ഓടുന്ന വണ്ടിയാണ്. അപ്പം നമ്മൾ ബംഗാളിൽ നിന്ന് ഉടനെ തന്നെ സിക്കിമിലേക്ക് കയറും. ഇവിടെയൊക്കെ വീതി കുറവാണ്. എനിക്ക് മലയാണ് സൈഡ്. അവിടെ നിന്ന് വീതി കൂട്ടണമെങ്കിൽ നല്ല പണിയാണ്. റാങ്പോ റൈറ്റിലേക്ക്. ഇവിടെ വഴി നല്ല വീതിയായല്ലോ. റാങ്പോ ടൗണിലേക്കുള്ള വഴിയാണ് അത്. അപ്പം നമ്മൾ ബംഗാൾ തീർന്ന് ഇപ്പം സിക്കിമിലേക്ക് കയറുകയാണ്. കയറിയെന്ന് പറയാം. നദിയുടെ പകുതി കൊണ്ട് ബംഗാളും പകുതി സിക്കിമാണ്. അപ്പോൾ അതെ, വെൽക്കം ടു സിക്കിം, ദ ഗ്രീൻ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഗാൻഡോക്ക് 38 കിലോമീറ്റർ. റാങ്പോ നഗർ പഞ്ചായത്ത്. അപ്പം വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയ ആള്. ഇത്രയും വലിയ ബസ്സിൽ 7 പേരെ ഉള്ളതെന്നാണ് ചോദിച്ചത്. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ സിക്കിമിൽ കാലുകുത്തിയിരിക്കുകയാണ്. അതെ, അവിടെ അത്ര ഇടയേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല 4 ലൈൻ പോലുള്ള റോഡും ഒക്കെ. പിന്നെ ഇങ്ങോട്ടും പഴയ ഗതി തന്നെയാണ്. ഇതാണ് ഇത് മിക്കവാറും ആർമിക്കുള്ളതായിരിക്കും ഈ ബോക്സ് കണ്ടെയ്നർ. താൽക്കാലികമായിട്ട് ഒക്കെ ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓഫീസ് റൂമും ഒക്കെ ചില സ്ഥലങ്ങളിൽ വണ്ടി എത്തുകയല്ല, അല്ല ബിൽഡിംഗ് ഇല്ലാത്തടത്തൊക്കെ താൽക്കാലിക ഷെഡിന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറുകളായിട്ട്. ആ മുകളിലോട്ട് നോക്കി, ആ മലയൊന്നും ഇടിഞ്ഞു പോകാതിരിക്കാൻ അവിടെ മൊത്തം പ്ലാസ്റ്റർ ചെയ്തേക്കാം. അവിടെ റോഡാണോ വല്ല ടണലും ആണോ? ടണലോ വല്ലതും വരുന്നതാണോന്ന് അറിയത്തില്ല. ഈ സിക്കിമിനെ റെയിൽവേ ആയിട്ട് കണക്ട് ചെയ്യുന്ന റെയിൽ പ്രൊജക്ട് സെവോക്കിൽ നിന്ന് റാംബോയിലേക്കാണ് വരുന്നത്. വെസ്റ്റ് ബംഗാൾ സിക്കിം ബോർഡർ ആണ് റാങ്പോ. അവിടെ നമ്മളിപ്പോ കടന്ന ആ പോലീസുകാരൻ കയറിയ സ്ഥലം. അപ്പൊ അവിടെയാണ് ഇനി ഡെവലപ്പ് ആകാൻ പോകുന്ന സ്ഥലം. റെയിൽവേ വന്നു കഴിയുമ്പോൾ നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടാവും അവിടെ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ വരും. ആ ടണല് കണ്ടില്ലേ? ടണല് കണ്ടാൽ മിക്കവാറും റെയിൽവേയുടെ ടണലായിരിക്കും. ഇപ്പൊ നമുക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചോണ്ട് പോവാം. 2 ദിവസമായി ചേട്ടനകത്ത് പെട്രോൾ അടിച്ചിട്ട്. ആദ്യം ഡീസൽ വേണോ? ഡീസൽ വേണോ? ഡീസൽ ഡീസലും കൂടെ കുറച്ച് അടിച്ചേക്കാം. മുകളിലേക്ക് നോക്കിയേ, മഞ്ഞ് 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 മൂടി. മഞ്ഞ്. ആ മുകളിലൊക്കെ വീടുകളുണ്ട്. അങ്ങ് മുകളിൽ നിന്ന് ഉരുള് പൊട്ടിപ്പോകുന്ന ഒരു പാടുണ്ട്. ഈ മലമണ്ട കയറി ചെല്ലണം. സൈഡിൽ കൂടെ തന്നെ തീസ്ത നദിയുണ്ട്. സിക്കിമിലെ ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തീസ്റ്റ നദി. ഇതുണ്ടോ മോളിൽ നിന്ന് ഇങ്ങനെ പോകുന്നതാ. മഴക്കാലത്തെ ഇവിടുത്തെ യാത്ര ഡേഞ്ചറസ് ആണ്. ഇടിഞ്ഞിരിക്കുക. ഈ റൈറ്റ് സൈഡ് കയറി നോക്കൂ കേട്ടോ. ചെറിയൊരു ടണൽ ഇവിടെ മലയിടിച്ചിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അതുകൊണ്ട് പണിതേക്കുന്നതാന്ന് തോന്നുന്നു. സിക്കിമിലേക്ക് ലോറിയും കൊണ്ട് വരണമെന്നായിരുന്നു ആഗ്രഹം. 66 കൊണ്ട്. അതെ അതെ, 66 ഒന്നും അതിനുള്ള ലോഡൊന്നും സിക്കിമിലേക്ക് കിട്ടുകയില്ല. ഒന്ന് ഇതിലെല്ലാം 6 വീൽ വണ്ടികളെ വരുന്നുള്ളൂ. അതിന് മുകളിൽ ഒരു വണ്ടി വരുന്നില്ല. 10 വീല് വണ്ടിയും 12 വീലും ഒന്നും കണ്ടില്ല. ഇല്ല. കൊണ്ട് വരണമെന്ന് വിചാരിച്ച ഇത്ര ലാഗ് ആയത് സിക്കിം യാത്ര. അതെ, അത് നടന്നില്ല. എന്നാലും നമ്മുടെ കാരവനും കൊണ്ട് വരാൻ പറ്റില്ലോ. അതെ അല്ലേ? ഇപ്പൊ 2 സ്റ്റേറ്റൂടെ ഉള്ളൂ. അതെ അതെ. മണിപ്പൂർ മിസോറാം. ഉടനെ തന്നെ നമുക്ക് പോകണം. കുറച്ചുകൂടെ കാണും. ഒരു 4-5 കാണും. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ 2ാമത്തെ സ്റ്റേറ്റ് ആണ് സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറവുള്ള സംസ്ഥാനമാണ് സിക്കിം. റാണിപൂൾ 17, ഗാംഗ്ടോക്ക് 27 കിലോമീറ്റർ, തെമി 46 കിലോമീറ്റർ. ഇവിടെ വഴിയെല്ലാം ഭയങ്കര വീതി കുറവാണ്. ഇതെല്ലാം ഇടിഞ്ഞു പോയിട്ട് താഴേന്ന് കെട്ടിക്കയറിയൊക്കെ വരുന്നേ ഉള്ളൂ. സിക്കിമിലെ ഏറ്റവും വലിയ ടൗണ് സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്ക് ആണ്. പാരവൻസിന്റെ ഷോറൂം ഉണ്ടല്ലോ ഇവിടെ. ഇത് പാരവൻസിന്റെ ഒരു ബോർഡേ കണ്ടല്ലോ കേട്ടോ. ഷോറൂം ഏതെന്ന് നോക്കണം. കണ്ടോ, മണല. ആറ്റിൽ നിന്ന് മണൽ കൊണ്ട് പോയെന്നാ കണ്ടോ. തീസ്റ്റ നദിയിലെ മണല. അതെ, കറുത്ത മണലല്ലേ. ഗവൺമെന്റ് ഓഫ് സിക്കിം. അതും ട്രാൻസ്പോർട്ടാ സിക്കിമിന്റെ. നമ്മുടെ വണ്ടിയിൽ ആഡ്ബ്ലൂ ഒഴിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പം ഞങ്ങൾ ചുമ്മാ ഇതേ നദിക്കരയിലോട്ടൊന്ന് വന്നാ. ഇവിടെ എല്ലാം മിഷനറികളുടെ വർക്ക്ഷോപ്പാണ്. ഹിറ്റാച്ചിയും JCB ഒക്കെ ഉണ്ട്. അപ്പുറം അതുണ്ട്. തൂക്കുപാലമാണോ? ആൾക്കാർ നടന്നു പോകുന്ന പാലം. അത് അതെ അതെ, ചെറിയ പാലം. അതെ, ആടുന്ന പാലമല്ല, തൂക്കുപാലമല്ല. ഇവിടെ നിന്ന് ഇപ്പോൾ ആ ടിപ്പർ മണലും കൊണ്ട് കയറി വന്നേണ്ട. വെള്ളം നല്ല ഒഴുക്ക്. അതുണ്ടോ? ഇത് ഇവിടെ മണൽ വാരുന്നുണ്ട്. ഇവിടെ കൂടക്കകത്ത് അതെ മണൽ വാരുന്നത്. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. നമുക്ക് ഇങ്ങനെ നോക്കുമ്പം പിന്നെ കലക്കലാന്ന് തോന്നും. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളം. ഇതുണ്ട് തെളിഞ്ഞ വെള്ളം ഇവിടെ ഈ സൈഡിൽ. അതത്ര തെളിഞ്ഞാണോ? അതിനകത്ത് ഒരു മണ്ണിൻ്റെ ഒരു കളറല്ലേ? അല്ല, ആ വണ്ടി പോകുന്ന റോഡ്.
ഞാൻ മലയുടെ അടിവാരത്തോടാ പോകുന്നത്. ഓരോ മലയുടെയും അടിവാരത്തൂടെ വഴി. ആ മലയിലൊക്കെ കണ്ടോ ബിൽഡിങ്ങുകൾ? ആ മലയിലൊക്കെ മഴക്കാലത്ത് താമസിക്കാൻ പേടിയാവില്ല അല്ലേ? അതെ, ഇവരും കൂടുതലാണ് ചുവന്ന് കയറ്റുന്നത്. പക്ഷെ ഈ കൂടയ്ക്ക് വ്യത്യാസമുണ്ട്. നമ്മൾ അവിടെ കണ്ട മേലെ കണ്ട പോലുള്ള കൂടയല്ല, ഇച്ചിരൂടെ വ്യത്യാസമുണ്ട്. മറ്റേന് ഇച്ചിരൂടെ ഏഴ് അടുപ്പമുണ്ട്, നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന് അത്ര ഒരു ഭംഗിയില്ല. അതുകൊണ്ടോ ഇറ്റാച്ചിക്ക് നേരെ നദിയിൽ നിന്ന് മണൽ വണ്ടിയിലോട്ട് വരുന്നുണ്ട്. അവിടെ അട്ടിപ്പുറം കിടക്കുന്നുണ്ടോ, മണൽ കയറ്റാൻ വന്ന് കിടക്കുന്ന വണ്ടികളാണ്. നദീതീരത്ത് ഇതേ കാറിൻ്റെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്, കുറേ വർക്ക്ഷോപ്പുകളുണ്ട്. JCB ഇവിടെ ഭാരത് ബെൻസിൻ്റെ വർക്ക്ഷോപ്പില്ല, സ്പെയർ പാർട്സ് മാത്രമേ ഉള്ളൂ. അതല്ലേ, പാർട്സ് മാത്രം. ഇതുണ്ട് എന്ത് ടാക്സി വണ്ടികളാണ്. ടാക്സി അല്ല കേട്ടോ, ഇത് പ്രൈവറ്റ് വണ്ടികളും ടാക്സി എല്ലാം ഉണ്ട്. പിക്കപ്പും ഒക്കെയാണ് കൂടുതലും. ഇവിടെ ആക്കിയാൽ ഇത്രയെങ്കിലും പാർക്കിംഗ് സൗകര്യമുണ്ട്. സിങ്തം റാങ്പോ. തീസ്റ്റാ നദി അപ്പുറത്തൂടെ പോയി, വേറൊരു നദിയാണ് ഇവിടെ. അപ്പം തീസ്റ്റായുടെ തീരത്തുനിന്ന് നമ്മൾ മാറി. റാണിപ്പൂൾ 17, ലച്ചും 151 കിലോമീറ്റർ. ഈ റാണിപ്പൂൾ അവിടെ പൂളുണ്ടോ? പൂളുണ്ടായിരിക്കും. അതെ, ഇപ്പൊ ഈ സൈഡിൽ കൂടെ പോയ നദി നമ്മൾ ക്രോസ് ചെയ്യാം കേട്ടോ. റാണിക്കോള കണ്ടോ, ഈ പാലത്തിലേക്ക് നോക്കി, രണ്ട് സൈഡിലും ചെടിച്ചട്ടയൊക്കെ വെച്ച് നല്ല രസമല്ലേ? ആ നദിയുടെ തീരത്തോട് നോക്കി, ആ സൈഡിൽ കൂടെ എല്ലാം ചെടിയാണ് വെച്ചേക്കുന്നത്. PM ശ്രീ ഗവൺമെന്റ് SR സ്കൂൾ സിങ്തം, എസ്റ്റാബ്ലിഷ് 1950. ഇനിയിപ്പോ നമ്മള് മല കയറുവാന്ന് തോന്നുന്നു. വീടുകൾ കണ്ടോ, തൊട്ട് വീടുകളാ. നമ്മള് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗ നമ്മുടെ സിക്കിമിലും നേപ്പാളിന്റെ കുറെ ഭാഗത്തുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പൊ ഈ സിക്കിമിൽ എവിടെ നിന്നാലും ഈ കാഞ്ചൻജംഗയുടെ നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങൾ കാണാം. ഒരു ടണലാ, പഴയ വഴി കണ്ടോ, അതിലേ ആയിരുന്നു. ടണൽ വന്നുകൊണ്ട് ആ മല കയറണ്ട, ചെറിയ ടണലാ. ഈ ലൈറ്റേ ഉള്ളു അല്ലേ, നല്ല രസം. നമ്മുടെ ദേശീയ പതാകയുടെ അതേ രീതിയിലാണ് കളർ കൊടുത്തേക്കുന്നത്, സഫ്രോണും വൈറ്റും ഗ്രീനും. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് സ്റ്റേറ്റ് ആണ് സിക്കിം. ഇവിടെ കീടനാശിനികളൊന്നും ഉപയോഗിക്കാറില്ല. അത് മേഘാലയയിലും ഇല്ലല്ലോ. മേഘാലയയിൽ പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ അവര്. അപ്പൊ പിന്നെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാണ്. അതെനിക്കറിയത്തില്ല, ഗൂഗിളിനകത്ത് ആദ്യത്തെ തന്നെ കാണിക്കുന്നത്. ഇവിടെ നേരത്തെ അങ്ങനെ ആയിരിക്കും ഉപയോഗിച്ചുകൊണ്ട്, ജൈവ കൃഷി അല്ലായിരുന്നായിരിക്കും. 2016 തൊട്ട് ഇവിടെ ജൈവ കൃഷിയാ. ആദ്യം ജൈവ കൃഷിയിലേക്ക് മാറിയ സ്റ്റേറ്റ് ആയിരിക്കും. ആ മലയുടെ ഒന്നും മോളുവശം ഒന്നും കാണത്തില്ല ഇവിടെ ഇരുന്ന് നോക്കിയിട്ട്. മോളിൽ കയറി ഇരിക്കാവോ? വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്ന് നോക്കണമെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ മുകളിൽ എന്നാ പൊക്കം വന്ന് നോക്കിയേ, എന്നാലും കാണത്തില്ല. അത് തന്നെയല്ല, മഞ്ഞ് മൂടി കുറയല്ല. ശരിക്കും വീതി ഇല്ലായിരുന്ന സ്ഥലം കൂടുതലും ബംഗാളിലെ റോഡുകളായിരുന്നു അല്ലേ? ഇങ്ങോട്ട് കുറെ കൂടെ വീതിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികളും ക്യാരി ബാഗുകളും ഒക്കെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. ആ മലയുടെ ഒക്കെ മുഴുവശത്തൊക്കെ കോടമഞ്ഞ. സിങ്കിങ് സോൺ, ഇവിടെ മഴ സമയത്തൊക്കെ ഇടിഞ്ഞു പോകുന്നതാ. ഇടിയാൻ സാധ്യതയുള്ള സ്ഥലം അല്ലേ? ഇവിടെ വരെ ഉള്ളായിരുന്നോ നല്ല വഴി? വഴിയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. ഇവിടെ മൊത്തം ഇടിഞ്ഞു പോയതാ. ഇത് കണ്ടോ, ഒരു ഏരിയ മൊത്തം പോയി. ഈ ഏരിയ മൊത്തം പോയതാ. അവിടെ നല്ല വണ്ടി വന്ന് നിൽക്കുക. അതുകൊണ്ട് അവിടെ മൊത്തം ഇടിഞ്ഞിരിക്കുകയായിരുന്നു. നമുക്ക് ചൈന പോയാലോ? ചൈനക്കോ? സ്കൂളിൽ പോകണ്ടേ? ഒരെണ്ണം കൂടെ. അത് ശരി. ചൈനക്കൊക്കെ കയറിപ്പോണെ കുറെ ചടങ്ങുണ്ട്, ചുമ്മാ കയറിപ്പോൻ പറ്റില്ല. ഓടിച്ചെന്നങ്ങ് പോകാൻ പറ്റത്തില്ല. ആധാർ കാർഡൊന്നും പോരാ, വിസയൊക്കെ എടുക്കണം. അത് തന്നെ. പിന്നെ ഈ വണ്ടി കൊണ്ടൊക്കെ പോണെ കുറച്ചുകൂടെ പണിയുണ്ട്. ആധാർ കാർഡൊക്കെ നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ പറ്റുള്ളൂ. ഭൂട്ടാനിലും ആധാർ കാർഡ് പറ്റിയല്ല. ID കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭൂട്ടാനിലും ഉള്ളിലേക്ക് കയറി 1-2 ദിവസം നിൽക്കായിരുന്നു. ഇപ്പോഴേ സിക്കിമിൽ ചെന്നിട്ട് തന്നെ അതിലെല്ലാം കറങ്ങാൻ പോകണമെങ്കിൽ ആധാർ കാർഡ് വേണം. വേണം. അവിടെ ആധാർ കാർഡ് മാത്രം പോലെ നമ്മുടെ വോട്ടർ ഐഡിയും കൂടെ വേണം. പാസ് എടുത്ത് വേണം. ഇവിടെ എല്ലാം വോട്ടർ ഐഡിയാ എല്ലാരും ചോദിക്കുന്നത്. നമ്മളത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഇവിടൊക്കെ പിന്നെ ചെറിയ എന്താ പറയുക, ഇത് ചൈനയൊക്കെ എല്ലായിട്ട് അടുത്തുള്ള അയൽ രാജ്യങ്ങളൊക്കെ ആയിട്ട് അടുത്തല്ലേ, പിന്നെ പ്രശ്നങ്ങളുള്ള ഏരിയ ഒക്കെയാണ്. അതുകൊണ്ട് കുറെ നിയന്ത്രണങ്ങളുണ്ട്. ചൈനക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. എന്നൊന്നും തീരുമാനിച്ചില്ല, പോവും. അവധിക്കാണെങ്കിൽ നമുക്ക് പോവേ. ഈ മലയുടെ അടിവാരത്തോടെ തന്നെ നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു നദിയുണ്ട്. ഇവിടെ മാൻ ഉണ്ടല്ലോ കുറച്ച്.
കുറച്ച് വണ്ടികൾ കണ്ടു. അപ്പോഴേ എൻ്റെ 26ാമത്തെ സ്റ്റേറ്റായ സിക്കിമിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒത്തിരി നാടൻ കടകളുണ്ട് കേട്ടോ. ചോളോ പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. പാലാണോ നിർത്തില്ല ഇവിടെ കുപ്പിക്കകത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ എന്തോ പയറും പരിപ്പും ഒക്കെയാണോ? അതുപോലെ ഏട്ടൊക്കെ കൂടിനകത്ത് കെട്ടി വെച്ചേക്കുന്നു. വണ്ടി നിർത്താനിടയില്ല. നമുക്ക് അല്ലെങ്കിൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകായിരുന്നു. അല്ല, മുകളിൽ എവിടെയെങ്കിലും ഇടയുള്ളിടത്ത് നിർത്താം. ഇവിടെയൊക്കെ ഉണ്ട്, എല്ലാ കടയിലും ഉണ്ട്. ചോളത്തിന്റെ സമയം തോന്നല്ലോ ഇപ്പം. ടാറ്റയുടെ എസിലോറിയാ കൂടുതലും ഇവിടെ ഓടുന്ന ടിപ്പർ, ചെറുവണ്ടി. നല്ല അടിപൊളി വളവുകളാ. നോക്കിയാ ഇവിടെ നല്ല അടിപൊളി നാടൻ കോഴികളെ വിൽക്കാൻ വെച്ചേക്കുന്നുണ്ട്. എല്ലാം പൂവൻ കോഴികളാ കേട്ടോ. പെടക്കോഴികളുണ്ട് കുറവാ. ഇത്രയും കൂടുതലേ ഒരു ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കാഴ്ച. അതെ അതെ, എല്ലാം ഒരേ കളറല്ലേ. 1 കിലോയ്ക്ക് 650 രൂപ. കിലോയാണോ? ഒരെണ്ണം 1.5 കിലോ 2 കിലോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 1.25 കിലോ ഉള്ളെന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ? 1 200 1 300 ഒക്കെ ഉള്ളു. ഏതൊക്കെയായാലും ഇത്രയായി. രാജേഷ് താഴേന്ന് കണ്ടതായിരുന്നു അവിടെ നാടൻ കോഴി. നമുക്ക് മേടിക്കാമെന്നും പറഞ്ഞു തന്നാ. ഏക്കാലും ഇവിടെ ഇപ്പം കണ്ടപ്പോൾ എന്നാൽ 2 മേടിച്ചേക്കാം അല്ലേ. പാവ 2 കോഴികളുടെ കൂടെ ജീവൻ കളയാൻ പോവാ. അതിലെ അടുത്ത ഏതാ വേണ്ടതെന്ന് പറ. ഏതെങ്കിലും പറഞ്ഞോ. എനിക്ക് അല്ല 1.25 കിലോ ഒക്കെ ഉള്ളൂ. ചെറുതാ അല്ലേ? ഒറിജിനൽ നാടൻ കോഴി എന്ന് പറയാൻ പറ്റില്ല. ഇത് കോഴിത്തീറ്റ കൊടുത്ത് വളർത്തുന്ന. പക്ഷെ എല്ലാം ഒരേ അല്ലേ? ചിക്കൻ കറി കഴിച്ച് മടുത്തു. ചിക്കൻ്റെ ആൾക്കാരല്ല കൂടെ ഉള്ളത്, അതുകൊണ്ടല്ലേ ചിക്കൻ മേടിക്കുന്നത് ഞങ്ങൾ. ബിരിയാണി വെക്കാം. ബിരിയാണി ഇന്ന് ഉണ്ണിച്ചാറിൻ്റെ ബിരിയാണി ആയിക്കോട്ടെ. അതിനുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. പക്ഷെ അതിന് ഈ ബ്രോയിലർ കോഴിയായിരുന്നു. അതിന് ഈ കോഴി കൊള്ളത്തില്ല. നാട്ടുകോഴി ബിരിയാണി അത് തമിഴ്നാട്ടിലെ കോഴിയെ കൊള്ളത്തുള്ളൂ. അതിന് ഈ കോഴി എല്ല് മാത്രമേ ഉള്ളത്. സിക്കിം നാട്ടുകോഴി ബിരിയാണി. ഇപ്പൊ കയറിപ്പോയ വണ്ടി കണ്ടോ? പഴയ ലാൻഡ് റോവറാ. ആണോ? അടിപൊളി വണ്ടിയാ. കാണാൻ ലുക്കുണ്ട്. ഈ സിക്കിമിലും ഹിമാചലിലും ഒക്കെ കുറേ ഉണ്ട് ഈ വണ്ടികൾ. പഴയ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. വണ്ടികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മുടെ വണ്ടി കുറേ അപ്പുറയാ മാറ്റിയിട്ടേക്കുന്നത് ഇടയിലടുത്ത്. ഒന്നാമതെ ഇവിടെ വഴിക്ക് വീതിയില്ല. ഇവിടെയൊക്കെ പിന്നെ അത്യാവശ്യം 2 വണ്ടിക്ക് സുഖമായിട്ട് പോകാം. വീതിയുണ്ട്, വീതിയിൽ എന്ന് പറയാൻ പറ്റില്ല. വളമല്ലേ? അല്ല, വണ്ടി ഒതുക്കിയിടാനുള്ള സ്ഥലമില്ലെന്നാ പറഞ്ഞു. ചിക്കൻ മേടിക്കാൻ നിന്നോണ്ടേ വണ്ടി അങ്ങ് പോയി. ഇനി നടക്കണം, എന്തോരം നടക്കണമെന്ന് അറിയത്തില്ല ഇനി. അതെ, ആ മരത്തിലോട്ട് നിൽക്കും ഒരു കൂണ് നിൽക്കുന്നുണ്ടോ. എന്നാ വലിയ കൂണ. നമുക്കേ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പതുക്കെ നടക്കാം. 1 കിലോമീറ്റർ പോകണം. അപ്പോൾ 1 കിലോമീറ്റർ മുകളിലാണ് വണ്ടി നിർത്തിയേക്കുന്നത്. മുത്ത് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ 2 വളം ഇങ്ങനെ കയറിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ 1 കിലോമീറ്റർ കാണുമെന്ന് പറഞ്ഞു. രാജേഷിനെ വിട്ടാൽ മതി ചിക്കൻ മേടിക്കാൻ. മതിയായിരുന്നു. പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പതുക്കെ വന്നേനെ. നടന്നു പോകാൻ പോലും ഇടയില്ല. ഇതുകൊണ്ട് വണ്ടി വരുന്നത്. ഓ, ആ മലയുടെ മോളി വരെ വീടല്ലേ? എല്ലായിടത്തും ഉണ്ട്. ആ മലയിലെല്ലാം എല്ലാം വീടുണ്ട്. ഒരാളുണ്ടോ കൂടക്കകത്ത് പുല്ലും പറിച്ചുകൊണ്ട് വന്നോ. വലിയ കൂടെയാ. നാടൻ കോഴി എന്നാ വിലയാ? കിലോയ്ക്ക് വിലക്കുറവ് 650 രൂപയുള്ളൂ. കിലോയ്ക്കോ? ഇവിടെ ഭയങ്കര വിലയാണല്ലോ. നമ്മുടെ നാട്ടിലേക്കാട്ട് വില. ആസാമിൽ ഇവിടെ എല്ലാം വില കൂടുതലാണ്. പക്ഷെ ഇത് ഒറിജിനൽ നാടനൊന്നും അല്ല. അല്ല. ഇതേ പച്ചക്കറി വല്ലതും വേണമെന്ന് പുറകോട്ടൊന്ന് ചോദിച്ചേ. 9-ാം മൈൽ ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടുത്തെ നാടൻ പച്ചക്കറികളുണ്ട്. പച്ചക്കറി മേടിക്കാൻ കൂടെയൊക്കെ എടുത്തോണ്ടാ ഇറങ്ങിയേക്കുന്നത്. ഇവിടുത്തെ വിഷമില്ലാത്ത പച്ചക്കറിയാന്നല്ലേ പറഞ്ഞത്. കുറച്ച് മേടിച്ചേക്കാം. അതെ, പ്ലാസ്റ്റിക്കും ഇല്ലല്ലോ. ഇല്ല, അതുകൊണ്ട് നമ്മളും കൂടെ എടുത്തത്. അങ്ങോട്ടൊന്നും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, വണ്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ. പഹാഡ്ക കരയിലെ പഹാഡ്ക്കാന്നല്ല പറഞ്ഞു, വേറെന്താ പറഞ്ഞു. അങ്ങനെയും കൂടെ പറഞ്ഞായിരുന്നു. ആണോ? അപ്പൊ ഇതുണ്ടോ പാവക്കാട് ചോച്ചാക്കരയിലെന്നോ അങ്ങനെയുണ്ട് പറഞ്ഞു. പാവക്കാട് കുടുംബക്കാരൻ തന്നെയാ. ഒരെണ്ണം കടിച്ചു നോക്കാം, കയ്പുണ്ടോന്ന് അറിയാലോ. പച്ചക്ക ബീറ്റ്റൂട്ട്, വഴുതനങ്ങ, തക്കാളി കണ്ടിട്ട് നാടൻ നല്ലെന്ന് തോന്നുന്നു കേട്ടോ. നല്ലെന്ന് തോന്നുന്നു. ബീൻസും അതെ. ഇതൊക്കെ ഇത് മത്തങ്ങയുടെ ഇതാണല്ലോ. പിന്നെ ഇത് മറ്റേ സാധനം. പിന്നെ ഇതൊക്കെ ഇലയാട്ടോ. നമ്മൾ മേഘാലയയിൽ കാണുന്നില്ല, ആ ഇലയാ. ഇത് നമ്മൾ ചുവച്ചോൻ്റെ ഇല. നാടൻ വെണ്ടയ്ക്ക, കൂണുണ്ട്. പിന്നെ റാഡിഷ്, കുക്കുംബർ, ഇത്രയൊക്കെ ഉള്ളൂ. പാവയ്ക്കായും ക്യാരറ്റും ഒക്കെ കുറച്ച് മേടിച്ചു. കൂണുണ്ട് കേട്ടോ. കൂണ് ഒരു കൂണ് മേടിക്കണം എന്ന് ഒത്ത് പറഞ്ഞായിരുന്നു. കുറച്ച് ഇലക്കറിയൊക്കെ കഴിക്കാം. ഇവിടെ വന്നിട്ട് ഈ ഇലയാണ് കൂടുതൽ കാണുന്നത്. പാവയ്ക്കായും കുക്കുംബറും ഈ ഇലയും മേടിച്ചു. കുറച്ച് കൂണും മേടിച്ചു. ഇതിവിടുത്തെ നാടൻ ഉരുളക്കിഴങ്ങാന്നാ പറഞ്ഞത്. ഇത് ഷുഗറിന് നല്ലതാന്നാ പറഞ്ഞത്. ഇതും അതിൻ്റെ കൂടെ ഇതെന്തോ സാധനം ഇലയാന്ന് തോന്നുന്നു എന്തിൻ്റെ. അപ്പോൾ ഇതുകൂടെ മിക്സ് ചെയ്തിട്ട് കറി വെച്ച് കഴിക്കാന്ന് തോന്നുന്നു. എന്നാ ചെറിയ ഉരുളക്കിഴങ്ങ് അല്ലേ. ഇത് നല്ലതാ.
കൂടെ ഉണ്ടെങ്കിലേ പ്ലാസ്റ്റിക് പിന്നെ നമ്മൾ ഇത് വേസ്റ്റ് ബിൻ തപ്പി നടക്കണ്ട. അതെ, വലിയ കൂടെ മേടിക്കേണ്ടി എത്രയുടെ വലുതാണ് നല്ല. ആ ഇന്നത്തെ ഉള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആ കുക്കുമാർ രണ്ടും കൂടെ തകർത്തും റെഡിയാക്കിയേക്കാം. സ്പേസ് കിട്ടിയാൽ ആ എവിടെയെങ്കിലും സൈഡാക്കുക, ഇടകളുള്ളത് സൈഡാക്കുക, ആ പാചകം തുടങ്ങിയേക്കാം. ആ ഡ്രൈവറെ പറഞ്ഞേ കേട്ടോ, നല്ല സൗകര്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുക. അതാ മുത്തയുടെ ഏറ്റവും പാടുള്ള കാര്യം. ഞാൻ വേണമെങ്കിൽ റോഡിൽ നിർത്തി തരാം, അതായിരിക്കും എളുപ്പം. അതൊന്നുമല്ല, സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിർത്തണം, എങ്കിലേ പാചകം ചെയ്യാൻ വെക്കാൻ പറ്റുള്ളൂ. സമാധാനം. അതെ അതെ. ഗാങ്ടോക്ക് നേരെ പാക്യോങ് റൈറ്റിലേക്ക്. സിക്കിമിൽ ഒരേ ഒരു എയർപോർട്ടേ ഉള്ളൂ, അത് പാക്യോങ് എയർപോർട്ടാണ്. ഈ വഴി എയർപോർട്ടിലേക്കുള്ള വഴിയാണ്. ഗാങ്ടോക്കിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഔട്ടറിലാണ് എയർപോർട്ട്. അവിടെ ഒരു പഴയ പാലം കണ്ടോ, ഇരുമ്പ് പാലം. എനിക്ക് തോന്നുന്നു അത് പഴയ വഴിയായിരുന്നു തോന്നുന്നു. അതോ ഇതായിരുന്നോ? ഇതിപ്പോൾ പുതിയ പണിതേക്കുന്ന ഈ എലിവേറ്റഡ് ഹൈവേ. ഇവിടെ എപ്പോഴും ഫ്ലൈറ്റ് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നില്ല, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഈ ബാഗ്ഡോഗ്ര വന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സർവീസ് കുറവായതുകൊണ്ടാണ് ഞാൻ ബാഗ്ഡോഗ്ര ഇറങ്ങിയല്ലേ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. റേറ്റും കൂടുതലാണ്. റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ റാണിപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സിക്കിം നാഷണലൈസ്ഡ് ട്രാൻസ്പോർട്ട് ലേഡി ഡ്രൈവറാ. ഗാങ്ടോക്ക് 12 കിലോമീറ്റർ, പാക്യോങ് 18 കിലോമീറ്റർ. പച്ചക്കറി കടയായതല്ല. വെൽക്കം ടു ഗാങ്ടോക്ക്. കണ്ടോ ഇവിടെയെല്ലാം വഴി പോലെ നല്ല ക്ലീനാണ് അല്ലേ? ജാഥയാണോ? ജാഥയാ, വമ്പൻ ജാഥയാ. ആ പുറയിൽ ഒത്തിരി പേരുണ്ട്. അതെ വിളിച്ചേട്ടാ ആ മലമുകളിലേക്ക് നോക്കിയേ. അതെ അതെ, നല്ല രസമുണ്ട് അവിടെ, നിർമ്മതി കാണാൻ. ആ ലെഫ്റ്റിലോട്ട് നോക്കി, എന്തോ ഒരു വീടുകളാന്നുണ്ട്. NH10 ഗാങ്ടോക്ക് 8 കിലോമീറ്റർ. ഈ 8 കിലോമീറ്ററും കയറ്റമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങ് മോളിൽ ചെല്ലണമെന്ന് തോന്നുന്നു. ആ ഓ മൊത്തം മഞ്ഞ കേട്ടോ, കോടമഞ്ഞ മൊത്തം. നമ്മളതേ സിക്കിമിലെ 5ാം മൈലിലെത്തി. ലുംസൈ ഇതുണ്ടോ, ട്രിപ്പ് വണ്ടി കണ്ടോ, എത്ര പേരാണിത്. എല്ലാവരുടെയും ബാഗും എല്ലാം. ഇതിന് ടൂറിസ്റ്റുകളായിരിക്കും കേട്ടോ. അതെ നല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളവർ തന്നെ ഏതെങ്കിലും ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന വണ്ടിയായിരിക്കും. സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി. ഗാങ്ടോക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടൗണാണ്. ഗാങ്ടോക്ക് 6 കിലോമീറ്ററൂടെ ഈ മലയുടെ മുകളിലാണ്. ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ടല്ലോ, അത്യാവശ്യം വീതിയുണ്ട് ഇവിടെയൊക്കെ. കാറേ പാർക്ക് ചെയ്യത്തുള്ളൂ ഇവിടെ. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് നടക്കില്ല. ഇവിടെ വരെ അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്. 2 വണ്ടി പാസ്സാകാനുള്ള വീതിയുണ്ട് റോഡിന്. നമുക്ക് ഈ സോങ്കം ഒക്കെ പോകണ്ട, അവിടെ ഒരു ലേക്ക് ഉണ്ട്. ഗാങ്ടോക്ക് 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. മുകളിൽ എവിടെ പാർക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്, ലെഫ്റ്റ് സൈഡ്. ഡ്രൈവർ നോക്കി നോക്കി പോകണം കേട്ടോ. കൃഷിഭവൻ. വെൽക്കം ടു ഗാങ്ടോക്ക്. അപ്പോൾ അതെ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് 5400 അടി ഉയരത്തിലെത്തി. നമുക്കേ ഇങ്ങോട്ട് ഇവിടെ ഒതുക്കാം. പോലീസുകാരോട് ഞാൻ ചോദിച്ചപ്പോൾ മുന്നല്ല റൈറ്റ് സൈഡിൽ നിന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങോട്ടിട്ട് നമുക്ക് നോക്കാം. ഇതുണ്ട് ആ ബിൽഡിങ്ങിനകത്ത് പാർക്കിംഗ് ഉണ്ടോ? മാളാന്ന് തോന്നുന്നു മുകളിൽ. ഷോപ്പിംഗ് മാൾ, അതിന് ബാക്ക് വശം തോന്നുന്നു. നമ്മളിപ്പം ഗാങ്ടോക്ക് എത്തിയല്ലേ? സിക്കിം എഴുന്നേറ്റുന്നോ? സിക്കിം എത്തി. അവിടെ നമുക്കുള്ള പാർക്കിംഗ് ഇവിടെ അല്ല, പോലീസുകാരൻ വന്ന് പറഞ്ഞു. അപ്പം കുറച്ച് പുറകോട്ട് പോകണം, ഡിസ്ട്രിക്ട് കോർട്ടിന്റെ അടുത്ത് പാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് ലോറിക്കാർക്ക് മാത്രമുള്ള ഇത് ലോറികൾ മാത്രം പാർക്ക് ചെയ്യുന്ന, അതായത് ഇവിടെ ലോഡും കൊണ്ട് വരുന്ന വണ്ടികളൊക്കെ. ഗവൺമെന്റ് ഓഫ് സിക്കിം, ഡയറക്ടറേറ്റ് ഓഫ് സിക്കിം സ്റ്റേറ്റ് ലോട്ടറീസ്. എ വിഷൻ ഫോർ എ വേൾഡ് ക്ലാസ് സിറ്റി. നമ്മളെ പോലീസുകാരൻ നിന്നിടത്തുനിന്നേ നേരെ പോയാൽ മതിയായിരുന്നു. പുള്ളി അന്നേരം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു നമ്മളെ. ഇത് മൊത്തം നമ്മളുണ്ടാക്കിയ ബ്ലോക്കാ കേട്ടോ. ഇതുണ്ടോ അത് തിരിക്കാൻ വേണ്ടിട്ടല്ലേ? അതെ, കഴിഞ്ഞ ആഴ്ച ഡാർജിലിംഗ് ഉണ്ടാക്കിയ ബ്ലോക്കിന്റെ അത്രയും പോരാ. അത്രയും പോരാ, ശരിയാ. അപ്പോഴേ തിരിച്ച് നമുക്ക് അങ്ങോട്ടാ പോണ്ടേ കേട്ടോ. ഡിസ്ട്രിക്ട് കോർട്ട് ഒന്ന് മാപ്പിട്ടാ നല്ലതായിരിക്കും. അതണ്ടേ നേരെ അങ്ങോട്ട് പോയാൽ മതി. പുള്ളി ചോദിച്ചു കേട്ടോ, അവിടെ ഇടയില്ലായിരുന്നു ഒന്ന്, മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇത് ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ഇതിലേ അങ്ങ് പോയേനെ. മുകളിലോട്ട് നോക്കിയേ, വീടുകളുണ്ടോ? ഉണ്ണിയുടെ ആഗ്രഹം അതുപോലത്തെ ഒരു വീട് താമസിക്കണമെന്നാ. ആണോ? ആ ടൈപ്പ് വീടുകളില്ലേ, ആകാശത്ത് നിൽക്കുന്ന പോലെ. ആകാശത്ത് നിൽക്കുന്ന അതുപോലത്തെ ഒരു വീട്ടിൽ താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇന്ന് വേണേ നോക്കാം. നോക്കാം, നമുക്ക് വല്ല ഹോം സ്റ്റേ ഒക്കെ കിട്ടുമോ നോക്കാം. പക്ഷേ ഇവിടെ ഭയങ്കര ടൂറിസ്റ്റുകൾ കണ്ടവാൻ ഭയങ്കര തിരക്കാ. റൂം കിട്ടാൻ സാധ്യത കുറവാന്നാ പറയുന്നത്. പീക്ക് സീസൺ ഇപ്പം. പിക്കപ്പ് സ്റ്റാൻഡ് ആയത്. അതാത് വണ്ടികൾക്ക് ഓരോ സ്റ്റാൻഡ് ഉണ്ട്. പിക്കപ്പ് മാത്രമൊന്നുമില്ല, ടാക്സി ഉണ്ട്. താഴോട്ട് ഭയങ്കര കുഴിയാ. ഒരു സൈഡേ വണ്ടി പോയിടുന്നുള്ളായിരുന്നു. ഇപ്പം നമ്മുടെ വണ്ടി അവിടെ കടഞ്ഞു നിർത്തിയേക്കായിരുന്നു. ഇനിയിപ്പം പോരാ.
കലിംഗ കൂടെ ഒന്നും വിശ്വസിച്ച് പോകാൻ പറ്റില്ല. അവിടെ നല്ല ബ്ലോക്കാണല്ലോ. പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത്. ഇന്ന് വൈകിട്ട് നമ്മുടെ ദാമിക്കുട്ടിയുടെയും മുത്തിൻ്റെയും വക ഒരു അടിപൊളി കുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ പുത്തേട്ട് ഫാമിലി ബ്ലോഗിലായിരിക്കും വരുന്നത്. ആ ടൗണിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു. അല്ല തിരക്കല്ല, തിരക്കുണ്ട് വഴിയില്ലേ. ഇവിടെ കണ്ടില്ലേ വരം പോലെ ചുമ്മാ കാട് പിടിച്ചിറക്കുന്ന സ്ഥലമാണല്ലോ. ഡിസ്ട്രിക്ട് കോർട്ട് ഇതാണ്. അപ്പോൾ ഇവിടെ അതിനകത്ത് പാർക്കിംഗ് ഉണ്ട്. നമ്മുടെ വണ്ടി അതിനകത്ത് ഇറക്കിയിടാൻ പാടായിരിക്കും. അത് പക്ഷേ കോടതി വരുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പുറേ പാർക്കിംഗ് ഉണ്ടെന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഡിസ്ട്രിക്ട് കോർട്ട്സ്. താഴോട്ട് നോക്കി എന്ത് ടാക്സികളാണ് ഇറക്കുന്നതെന്ന്. ടാക്സി സ്റ്റാൻഡാണല്ലോ. അതൊരു പാർക്കിംഗ് കേട്ടോ. അവിടെ ചെറുവണ്ടികളേ ഉള്ളൂ, വലിയ വണ്ടിയൊന്നും ഇവിടെ അല്ല. ബസ്സൊക്കെ അപ്പുറം ഇടുന്നത്. മൊത്തം കോട ഇറങ്ങി. സിലിഗുരി, ഗാംഗ്ടോക്ക് ഈ വണ്ടികളൊക്കെ ട്രിപ്പ് ഒരു സൈഡ് വന്നിട്ട് ഒതുക്കിയേക്കുന്ന. ഇതുപോലെ എവിടെയെങ്കിലും നമുക്ക് മുന്നോട്ട് ഒതുക്കാരും കേട്ടോ. അവിടെ ഒരു സർവീസ് സെൻ്റർ ആണോ ഇതിൻ്റെ അപ്പുറം? അങ്ങനെ വണ്ടി ഒന്ന് കഴുകായിരുന്നു. അപ്പോൾ നമ്മൾ പാർക്കിങ് തപ്പി വന്നതേ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ വീതിയുള്ള ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ അതെ, ഞങ്ങൾ ലേഡീസൊക്കെ ആദ്യമേ ഫുഡ് കഴിച്ചു. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നീരാട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് വന്നത്. കുളിച്ചില്ലേ? ഒരാളെ കുളിച്ചുള്ളൂ. അല്ല വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ ഞാൻ രാവിലെയും കുളിച്ചു, വൈകിട്ടും കുളിച്ചു. ഞാൻ രാവിലെ കുളിച്ച വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. തീസ്റ്റ നദിയുടെ തീരത്ത് അവിടുന്നല്ലേ നമ്മൾ കുളിച്ചത്. അപ്പം ഗാംഗ്ടോക്കിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.